കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് എണ്ണി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാം ശ്രീ രാജേന്ദ്രൻ പന്തളം, ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ കോടതി ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്താണ് പങ്കാളിത്ത പെൻഷനും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും ഒക്കെ തമ്മിൽ വലിയ തർക്കം UDFന്റെ ഭരണകാലത്തുള്ള ധനമന്ത്രി അത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ മാറ്റി പുതിയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകുന്നു, സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക DA നൽകുന്നു, ഇങ്ങനെയുള്ള ക്ഷേമ സംബന്ധിയായ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ഈ വിപണിയിലേക്ക് പൈസ പമ്പ് ചെയ്യുന്ന ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂട്ടുന്നതിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല എങ്കിൽ പോലും ശരിയാണ്, പ്രഖ്യാപിതമായ 2000. പിന്നീട് അത് മാത്രമല്ല, കോടതി ഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന 50 കോടിയുടെ ലക്ഷ്യം, ഇതൊക്കെയാണ് ഈ മെയിൻ്റനൻസ് ആയിട്ട് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മാർട്ടിൻ പാട്രിക്, ശ്രീ മുതിർന്ന സാമ്പത്തിക നിരീക്ഷകൻ, സാമ്പത്തിക വിദഗ്ധൻ കൂടിയുണ്ട്. ശ്രീ മാർട്ടിൻ പാട്രിക്, കേൾക്കാമോ? കേൾക്കാം. എന്താണ് സാർ ഈ സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറയുന്നത്? ഹലോ മുറിഞ്ഞു പോയി, ഒന്ന് പറയുവോ? ഈ സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറഞ്ഞല്ലോ, ഈ ബജറ്റിനെ, കേരള ബജറ്റിനെ ആകെ ഒന്ന് വിലയിരുത്തണം. മുമ്പ് നടത്തിയ കേന്ദ്ര ബജറ്റ്, ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കേന്ദ്ര ബജറ്റും കേരള ബജറ്റും നൽകുന്ന സാമൂഹിക സംബന്ധിയായ ദിശകൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യാനാകുന്നത്, പഠനം ചെയ്യാനാകുന്നത്? കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും 2 വിഹിതങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ താരതമ്യപ്പെടുത്താനാകില്ല, എങ്കിലും അതിൻ്റെ ഒരു ദിശയുണ്ടല്ലോ, ബജറ്റ് നൽകുന്ന ഒരു ദിശ ജന അനുകൂല സംബന്ധിയായി. അപ്പോൾ ആ ദിശ നൽകുന്നതോടൊപ്പം താങ്കൾ ഒരു കാര്യം കൂടി നൽകണം. ഈ സൂര്യോദയ സമ്പദ്ഘടന എന്ന് KN ബാലഗോപാൽ പറഞ്ഞത് എന്താണ്? കേൾക്കാമെങ്കിൽ മാർട്ടിൻ പാട്രിക്. ഈ സൂര്യോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പുതിയ ഒന്നല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൺറൈസ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സൺറൈസ് എക്കോണമി എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതാ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഭാവന ചെയ്യുന്ന ഇൻഡസ്ട്രീസിലെ ഒരു സംഭാവന ചെയ്യുന്ന സബ് സെക്ടറാണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി നമുക്ക് വർഷങ്ങളായിട്ട് വികസിച്ച ഒന്നാണ്. അത് വന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഇതിനെ സൺറൈസ് ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അത്തരം വ്യവസായങ്ങൾ ഇപ്പോഴത്തെ സൺറൈസ് ആയിട്ട് നമ്മൾ കാണേണ്ടത് IT, പിന്നീട് നോളജ് ഇൻഡസ്ട്രി, പ്ലസ് ഈ ടൂറിസത്തിൽ വന്നിട്ടുള്ള പുതിയ ചിന്തകള്, ഇതൊക്കെയാണ് ഈ സൺറൈസ് ഇൻഡസ്ട്രീസ് ആയിട്ട് കാണേണ്ടത്. അപ്പൊ സൺറൈസ് എന്റർപ്രൈസസ് എന്ന് പറയുന്നതാണ് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ശരി. അപ്പൊ ആ സൺറൈസ് എന്റർപ്രൈസസ് നമുക്ക് എവിടെയും ആകാം, വ്യവസായത്തിൽ മാത്രമല്ല കാർഷിക മേഖലയിലും ആകാം. കാർഷിക മേഖലയിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല ഈ ബഡ്ജറ്റില്. വ്യവസായത്തിലാണ് അത് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കുറച്ച് വിനോദസഞ്ചാര മേഖലയിലും വന്നിട്ടുണ്ട്. അത് വേണ്ടും വണ്ണം നമുക്ക് സർവീസ് സെക്ടറിലും വരുത്താം, അതും വന്നിട്ടില്ല. ഈ 2 സെക്ടറുകളും ഇനി കൂടുതൽ നന്നായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ബജറ്റിന്റെ ആകെത്തുക എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത് മാർട്ടിൻ പാട്രിക്? അല്ല, അത് ആ ചോദ്യത്തിന്റെ ഒരു ആദ്യ ഭാഗത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, അത് ഞാൻ പറയാം. സാമൂഹ്യ ഒരു സാമ്പത്തിക അവസ്ഥയിൽ എങ്ങനെ ഈ ബജറ്റിനെ നോക്കി കാണുമെന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് 2 തന്നെയാണ്. കേരളത്തിന്റെ കാര്യത്തിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക ഒരു കോംപ്രമൈസ് ഉണ്ട്. സാമൂഹ്യ വികസനം നമുക്ക് വളരെയധികം മുന്നിലാണ്. അതേസമയം സാമ്പത്തിക വികസനം നമുക്ക് മോശമായിരുന്നെങ്കിൽ ഇപ്പൊ പിക്ക് ചെയ്തു വരുന്നു. അപ്പൊ നമ്മൾ പണ്ട് നേടിയിരുന്ന, ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വികസനം ഒരു വശത്ത് നിലനിർത്താൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. മറുവശത്ത് അതേസമയം തന്നെ സാമ്പത്തിക വികസനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പുതിയ ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കാണുന്നത് താത്വികമായിട്ട് ഒരല്പം മേന്മയുള്ള ബഡ്ജറ്റായിട്ടാണ്. ഈ താത്വികമായിട്ട് മേന്മയുള്ള ബഡ്ജറ്റിനെ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. ഇത് എത്രമാത്രം കൺവേർട്ട് ചെയ്തെടുക്കുമെന്നുള്ളതിലാണ് നമുക്ക് ഒരു സന്ദേഹമുള്ളത്. അത് കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിരുന്നാൽ ഈ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നത് ഈ പീരീഡില് ഈ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായ ഒന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പരിസ്ഥിതിയും ഡെവലപ്മെന്റുമായിട്ട് സംയോജിപ്പിക്കാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്.
ഉദാഹരണത്തിന് വന്യമൃഗങ്ങളും മനുഷ്യനുമായിട്ടുള്ള സംഘട്ടനത്തിന് ഒരു 48.88 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തുക ചെറുതാണ്. തുകയിൽ അത് പല അതിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പോരായ്മ ഒരുപാട് പ്രഖ്യാപനങ്ങളും കുറഞ്ഞ അലോക്കേഷനുമാണ്. അത് പരിഹരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് പൊതുവിൽ നമുക്ക് കേരളത്തിന്റെ ബഡ്ജറ്റിൽ കാണുന്ന ഒരു ശാപമാണ്, ഒരു കഷ്ടമാണ്. അതെ, അതെന്താന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കുറഞ്ഞ അലോക്കേഷൻസ് ആയിട്ട് പോകും. അത് പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു കാര്യം. കുളം നവീകരിക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നെങ്കിലും അതിൽ ഇപ്രാവശ്യവും ഒരു പ്രഖ്യാപനവും ഉണ്ട്, അതിലൊരു ചിന്തയും ഉണ്ട്. അതും ഈ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ഒരു സംഘട്ടനത്തിൽ കടന്നു വരുന്ന ഒരു പരിഹാരമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ ചെറിയ നിർദ്ദേശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏറ്റവും വലിയ തിരിച്ചറിവ് തോന്നിയത് കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ഏകദേശം ഒന്നു പോകുന്ന ഒരു കാര്യം സ്വകാര്യവൽക്കരണമാണ്. പല മേഖലയിലും സ്വകാര്യവൽക്കരണം വന്നിരിക്കുന്നു. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, വിനോദസഞ്ചാര മേഖലയില്, കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത് 25 പുതിയ വ്യവസായ പാർക്കുകള്, ഇതൊക്കെ എനിക്കത് പിന്നെ ഒരു തിരിച്ചറിവായിട്ടാണ് തോന്നുന്നത്. നിയന്ത്രണ വിധേയമായിരിക്കണം സ്വകാര്യവൽക്കരണം എന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. വെരി ഗുഡ്. അതേ പ്രായോഗികമാകൂ. ഉദാരീകരണ ലോകത്ത് അതേ പ്രായോഗികമാകൂ. അതെ, അതില്ലാതെ നമുക്ക് വളർച്ച കൈവരിക്കാൻ കഴിയില്ല, സാധ്യമല്ല. കാരണം പ്രത്യേകിച്ച് വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു വലിയ ബർഡനായി സർക്കാരിന്റെ ഭാഗത്തേക്ക് എത്തുന്നത് ലഘൂകരിക്കാനാകും ഇങ്ങനെ ഈ PPP മോഡൽ, അല്ലെങ്കിൽ മീൻസ് ഈ സ്വകാര്യവൽക്കരണം, അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളൊക്കെ, അല്ലേ സർ? അതുപോലെ തന്നെ ഈ ധനമന്ത്രി അവകാശപ്പെടുന്ന ഒരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ 53,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ ഒരു സംസ്ഥാനമാണ് കേരളം. തുടക്കത്തിൽ ലഭിക്കുന്ന ഓരോ വർഷങ്ങളിൽ ലഭിക്കുന്ന അതിൽ നിന്നുള്ള വിഹിതത്തിന്റെ കുറവാണ് ഉണ്ടാകുന്നത്. അത് ചൂണ്ടിക്കാട്ടി ഇതാ കഴിഞ്ഞ വർഷം തന്നത് കുറച്ചു എന്ന ഗിമ്മിക്ക് സർക്കാർ കാണിക്കുകയാണ്, കേരള സർക്കാർ കാണിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ധനമന്ത്രി തന്നെ സൂചിപ്പിക്കുന്ന കാര്യം, 100 രൂപ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ കേന്ദ്രം തരുന്ന 21 രൂപയാണ്. UPക്കാകട്ടെ 46 രൂപയാണെന്ന് പറയുന്നു. UPയിലെ ജനസംഖ്യ നോക്കൂ, കേരളത്തിന്റെ ജനസംഖ്യ നോക്കൂ. അപ്പോൾ ആ പറയുന്ന താരതമ്യം ശരിയാണോ ധനമന്ത്രി? അല്ല, ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു 1-2 പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളിപ്പം GST നിർത്തലാക്കുമെന്നും നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ ആ കോമ്പൻസേഷൻ നമ്മളുടെ കേന്ദ്ര അവഗണന കൊണ്ട് വന്നു എന്ന് പറയുന്നത് അത്ര ശരിയല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കി തന്നെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ ഉള്ള പല കാര്യങ്ങളും അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 54,700 കോടി എന്ന് പറയുന്ന ഒരു ഇത്തിരി എക്സാജറേറ്റഡ് ഫിഗറാണ്. അതൊരു 25,000-30,000 കോടി രൂപയിലേക്ക് വന്നു കഴിഞ്ഞു തീർന്നാൽ ഒരു വസ്തുതാപരമായിരിക്കും. എനിക്കത് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് നമുക്കൊരു ഭാരമാകുന്നത്. കാരണം നേരത്തെ നമുക്ക് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസുകൾ ഉണ്ടായിരുന്നപ്പോഴേ 80 മുതൽ 90% വരെ സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുണ്ടായിരുന്നു. അത് 2017 മുതൽ 40% കുറച്ചു. അത് നമുക്ക് വലിയ ഭാരമായി. അതുകൊണ്ടിട്ട് നമ്മുടെ ചെലവ് വല്ലാണ്ട് കൂടി. ഈ ഇത് നമുക്ക് ഏതാ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന, ആ ബാധ്യത കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റ് വിഹിതങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നുമില്ല, അല്ലേ? ഇല്ല, ഒന്നും ലഭിക്കുന്നില്ല. അത് നമുക്കൊരു നമുക്ക് സത്യത്തില് ഞങ്ങൾ ഒരു സാമ്പത്തിക കോണിൽ നിന്ന് പറഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയം കൊണ്ടിട്ട് ഈ കൊച്ചു സംസ്ഥാനങ്ങളായ കേരളത്തിന് വലിയ ബാധ്യതയാകുന്നു. കേരളത്തിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ സ്കീംസുകളെല്ലാം നടപ്പിലാക്കുന്നത് മുന്നിലുമാണ്. കാരണം സാമൂഹ്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മൾ മുന്നിലുമാണ്. ഇപ്പൊ MGNREGA പോലും മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളാണ് നന്നായിട്ട് നടപ്പിലാക്കുന്നത്. പക്ഷെ അതിന് പോലും തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ ബാധ്യതകൾ കടന്നു വരുന്നത് കൊണ്ടിട്ടുള്ള ഒരു സാമ്പത്തിക ക്ലേശം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞിരുന്നു, നമുക്ക് ആരോഗ്യ രംഗത്തുള്ള കുടിശ്ശികയുണ്ട്.
സർക്കാർ തരേണ്ട, കേന്ദ്ര സർക്കാർ തരേണ്ട, അത് ശരിയായ കുടിശ്ശിക തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് തരേണ്ട ചില കുടിശ്ശികളുണ്ട്. അതൊക്കെ കണക്കാക്കി വരുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു 54,700 എന്ന് പറയുന്നത് ഒരു എക്സാജറേറ്റഡ് ഫിഗർ തന്നെയാണ്. അത്രയൊന്നും തീർച്ചയായും. ഞാൻ മാർട്ടിൻ പാട്രിക്, എനിക്ക് ചില സംശയങ്ങൾ കൂടിയുണ്ട് പ്ലാൻ ബി യെ കുറിച്ച്. അതടക്കം വരാമായിരുന്നു. ഇപ്പോൾ